അയ്യ വണക്കം. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റപ്പോൾ നമ്മൾ കാണുന്നത് നൈജീരിയയിലെ ആൾക്കാർ അവിടുത്തെ ക്രിസ്ത്യാനികളെ, അവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾ സമ്പൂർണ്ണമായിട്ട് ആക്രമിക്കുന്നു. ഇതാ നൈജീരിയയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തൂ, നൈജീരിയയ്ക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് രംഗത്തിറങ്ങൂ, നൈജീരിയയ്ക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞുള്ളൊരു നിലവിളിയാണ് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണുന്നത്. ഡെയിലി നമ്മൾ കാണുന്ന ഒരു ബോംബ് കഥയുണ്ടല്ലോ, അതായത് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള അടി അങ്ങോട്ടും ഇങ്ങോട്ടും. കുറേ എണ്ണ ഇവിടെ ചത്തു, കുറേ എണ്ണ അവിടെ ചത്തു, ഇസ്രായേൽ മറ്റവൻ്റെ അണ്ണാക്കിട്ട് ബോംബിട്ട് പൊട്ടിച്ചു. അപ്പോൾ ഇതിൻ്റെ പേരിൽ നിലവിളിക്കാനും ഇതിൻ്റെ പേരിൽ എന്താണ് ഒപ്പാരി വയ്ക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. അങ്ങനെ നിലവിളിക്കാനും ഒപ്പാരി വയ്ക്കാനും ആൾക്കാരുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ആയുധങ്ങൾ വിൽക്കാനായിട്ട് സാധിക്കൂ. അമേരിക്കയുടെ ആയുധങ്ങൾ വിൽക്കാനായിട്ട് സാധിച്ചാൽ മാത്രമേ അമേരിക്കയ്ക്ക് ലോകശക്തിയായിട്ട് വിരാജിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുസ്ലിം രാജ്യങ്ങളുടെ മുഴുവൻ ശത്രുവായിട്ട് ഒരൊറ്റ രാജ്യം മാത്രമേ ഈ ലോകത്തുള്ളൂ, അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യം മാത്രമേ ഉള്ളൂ ഈ മുസ്ലിങ്ങളുടെ കോമൺ ശത്രുവാണ്. ഇസ്രായേൽ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളുടെയും കോമൺ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് എല്ലാവർക്കും നല്ല ഭയവുമുണ്ട്. ഈ ഭയത്തിൻ്റെ പുറത്ത് വേറൊരു കാര്യം കൂടെ പറയാം. ഈ പാകിസ്ഥാനും തുർക്കിയും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ, സൗദി, അങ്ങനെയുള്ള പല പല ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട്. ഇവർക്കൊന്നും കാര്യമായ രീതിയിലുള്ള സൈനിക ശക്തിയോ സൈനിക ബലമോ ഒന്നുമില്ല. എണ്ണയുണ്ട്, നല്ല പൈസയുണ്ട്, നല്ല തുട്ടുണ്ട്. അപ്പോൾ ഈ തുട്ടെറിഞ്ഞ് ഇവരെന്ത് ചെയ്യും? അമേരിക്കയുടെ കയ്യിൽ നിന്നും ആയുധങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളും എല്ലാം ഇങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതെപ്പോഴും ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ മേടിക്കാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ അമേരിക്ക ഇസ്രായേലിനോട് പറയും, ഇടടാ ഒരു ബോംബ് ഇടുക എന്ന് പറയും. അങ്ങനെ ഇസ്രായേൽ ഒരു ബോംബ് എടുത്ത് അങ്ങോട്ടിടും. അപ്പോൾ ഇതാണ് അതിനകത്തുള്ള കളി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ വാഴ നനയുമ്പം ചീരയും കൂടെ നനഞ്ഞോട്ടെ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇതിനകത്ത് ഇസ്രായേൽ അങ്ങോട്ട് ബോംബ് ഇടുമ്പോൾ അയ്യോ പലസ്തീനികളെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് ഫോളോവേഴ്സിനെ ഉണ്ടാക്കുന്നവരുണ്ട്, ഫേസ്ബുക്കിലും യൂട്യൂബിലും. അതുവഴി പൈസ സമ്പാദിക്കുന്നവരുണ്ട്. ഇനി രണ്ടാമത് അതുവഴി പണം വെളുപ്പിക്കുന്നവരുണ്ട്. ചാരിറ്റി പ്രവർത്തകൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഫലസ്തീനിലെ പെണ്ണുങ്ങളെ അടിച്ചുകൊണ്ടുപോയി വേശ്യാവൃത്തിക്ക് അങ്ങോട്ടേക്ക് നടത്തുന്നവരുണ്ട്, അതുവഴി പണം സമ്പാദിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ ഇതുവഴി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നൈജീരിയയിൽ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനൊരു വിഷയം കേൾക്കുന്നത്. നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നു. നൈജീരിയയെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഈ നൈജീരിയ എന്ന് പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നൊരു രാജ്യമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. നൈജീരിയയിൽ ഇവരെല്ലാം നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആരെങ്കിലും രക്ഷിക്കണമെന്ന് എല്ലാവരും പറയുകയല്ലേ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ സൈന്യത്തെ അങ്ങോട്ടേക്ക് വിടാം പാവപ്പെട്ട ക്രിസ്ത്യാനികളെ രക്ഷിക്കാനായിട്ടും. ഇവരെ രക്ഷിക്കാതെ കഴിഞ്ഞ എൻ്റെ 5 കൊല്ലമാണല്ലോ കടന്നുപോയത്, പഞ്ചവത്സരങ്ങൾ എന്നാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇപ്പം 5 കൊല്ലം തികയുന്നതിന് മുമ്പേ ഞാൻ ഇവരെ രക്ഷിക്കും, ഇവരെ രക്ഷിച്ച് ഇവരെ ഞാനൊരു കരയ്ക്ക് കൊണ്ട് എത്തിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ആക്ച്വലി ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ വാക്കിനകത്ത് എന്തെങ്കിലും ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ മാനവികത അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹമാണോ എന്നുള്ളതാണ്. കാരണം ഈ പണം ഇല്ലാത്ത രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്ക് പുച്ഛമാണ്. പിന്നെ ഈ തൊലി കറുത്ത ആൾക്കാരെയും അമേരിക്കയ്ക്കും അമേരിക്കൻസിനും പുച്ഛമാണ്. അവരോട് ഇവർക്കെല്ലാം പരമമായിട്ടുള്ള പുച്ഛം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പുച്ഛിക്കുന്ന ഈ അമേരിക്ക പെട്ടെന്ന് നൈജീരിയയിൽ ഞങ്ങൾ രക്ഷിക്കാം. കാരണം ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞൊരു കുപ്പ എടുക്കാത്തവനാണ്. പോരാത്തതിന് ഇവനൊരു 5 പൈസ അവിടെ ഇറക്കണമെങ്കിൽ അതിൽ നിന്നൊരു 5 ലക്ഷം രൂപ ഇവന് തിരിച്ചു കിട്ടണം. അപ്പോൾ അത്രയ്ക്കും വലിയ ബിസിനസ് മൈൻഡാണ്. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആണ്. അപ്പോൾ ഇത്രയും സംഭവമൊക്കെ വിട്ട് സൈന്യത്തിനെയൊക്കെ അങ്ങോട്ട് ഇറക്കി നമ്മുടെ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി എന്തിനാണ് നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ നമ്മൾ സംരക്ഷിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ ഡൊണാൾഡ് ട്രംപ് സംരക്ഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം, അതിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ നോക്കിയേ, നമ്മളാണ്. അതായത് നമ്മുടെ രാജ്യം ഇന്ത്യയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഇന്ത്യ ഡൊണാൾഡ് ട്രംപിൻ്റെ ലക്ഷ്യമാകുക എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അതായത് ഉത്തമ, ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആ ഭരണാധികാരി മാത്രമല്ല, നരേന്ദ്രമോദി ആയാലും വ്ളാഡിമിർ പുടിൻ ആയാലും നെതന്യാഹു ആയിരുന്നാലും ചൈനയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഷീ ജിങ് പിങ് ആയിരുന്നാലും എല്ലാ ആൾക്കാർക്കും ലോകശക്തിയായി മാറണം. എല്ലാ രാജ്യങ്ങളുടെ തലവന്മാർക്കും അവരുടെ രാജ്യത്തെ ലോകശക്തിയായി നമ്പർ 1 മാറ്റണം. ഈ നമ്പർ 1 മാറ്റാൻ എന്ത് വേണം? പണം വേണം. ഈ പണം ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും നല്ല കച്ചവടവും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും. ഇപ്പോൾ ഉദാഹരണത്തിന് സൗദി അറേബ്യയ്ക്ക് പെട്രോളുണ്ട്, ചൈനയ്ക്ക് റെയർ എർത്ത് മെറ്റൽസ് ഉണ്ട്, ഇന്ത്യയുടെ വലിയ മാർക്കറ്റ് ഫോഴ്സ് ഉണ്ട്, അമേരിക്കയ്ക്കാണെങ്കിൽ അവരുടെ പ്രതിരോധ വിപണിയുണ്ട്. അതുവഴിയാണ് അവർ ഏറെക്കുറയും പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെല്ല കിടിപിടി ഉടായ്പൊക്കെ അതിനകത്തൂടെ കാണിച്ച് ലോകശക്തിയായിട്ട് അമേരിക്ക നിൽക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ പണമാണ്. ആ പണം ഊർജ്ജമുള്ളവൻ്റെ കയ്യിലെ പണമുണ്ടാകൂ എന്നുള്ളതാണ്. അതായത് ഈ ലോകത്തിൻ്റെ സകലമാന ഊർജ്ജവും നിയന്ത്രിക്കുന്നത് ആരാണ്?
ഊർജ്ജം, അതായത് എനർജി. നമ്മുടെ രാജ്യത്തിനായിരുന്നാലും ഊർജ്ജം വേണം മുന്നിലേക്ക് പോകാൻ. അത് വൈദ്യുതി ആയിരുന്നാലും ശരി, പെട്രോൾ ആയിരുന്നാലും ശരി, വേറെ കൽക്കരി ആയിരുന്നാലും ശരി, എന്തായിരുന്നാലും ശരി, ഇനിയിപ്പോൾ ലിഥിയം ആയിരുന്നാലും ശരി, ഊർജ്ജമാണ് വേണ്ടത്, ഊർജ്ജം. അപ്പോൾ ഈ ഊർജ്ജം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് ഏത് രാജ്യങ്ങൾക്ക് ഇനി ഉണ്ടോ ആ രാജ്യമാണ് ലോകത്ത് നമ്പർ 1 ആകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഈ ചന്ദ്രനുണ്ടല്ലോ, ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ പോയി നമ്മൾ ലാൻഡ് ചെയ്തു. അതായത് ഇത് ഭൂമി, ഇത് ചന്ദ്രൻ. ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ വന്നത് ഇവിടെ ലാൻഡ് ചെയ്യാൻ വളരെ പാടാണ്. അത് സോഫ്റ്റ് ലാൻഡിംഗ് ആണ് നടത്തിയത്. അത് നടത്തിയപ്പോൾ ലോകരാജ്യങ്ങളിൽ ഞെട്ടിപ്പോയത് അതാണ്. കാരണം ഈ ചന്ദ്രനിൽ ഹീലിയം ഐസോട്ടോപ്പ് എന്ന് പറയുന്ന വലിയൊരു ഇന്ധനമുണ്ട്. ഇന്ധനമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല, കാരണം അതൊരു ഊർജ്ജമാണ്. അതുകൊണ്ടാണ് ഇന്ധനം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സംഭവം ആര് ഭൂമിയിലേക്ക് എത്തിക്കുന്നുവോ അവരായിരിക്കും ഇനി സൂപ്പർ പവർ ആവുക എന്നുള്ളത് വേറൊരു കാര്യം. അപ്പം ആ ഊർജ്ജം ഇപ്പോൾ ലോകത്തിനെ നിയന്ത്രിക്കുന്നത് പെട്രോളാണ്. പെട്രോൾ ഡോളർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അവരാണ് ലോകത്തിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പെട്രോൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ അമേരിക്കയുടെ കയ്യിലാണ്. അമേരിക്കയാണ് ഇപ്പോൾ സൗദിയിലായിരുന്നാലും ശരി, എന്നാൽ സൗദി അത് കുഴിച്ചെടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ മുഴുവൻ കൺട്രോളും അമേരിക്കയുടെ കയ്യിലാണ്. അപ്പോൾ ഇങ്ങനെ അമേരിക്ക ഇതിനെയൊക്കെ അടക്കി വെച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ ഇപ്പോൾ പാടുള്ളൊരു രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഇതിൽ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിക്കാനായിട്ട് അമേരിക്ക എന്ത് ചെയ്തു? ഇന്ത്യയുടെ അടുത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കല്ലെന്ന് പറഞ്ഞു. ഇന്ത്യ കേട്ടില്ല. അതുപോട്ട് ആരംഭത്തിലെ അപമാനം പോരാത്തതിന് ഡൊണാൾഡ് ട്രംപിനെ പച്ചത്തെറി വിളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എണ്ണ ഇറക്കുമതി കൂട്ടിക്കഴിഞ്ഞ ശേഷം ഡൊണാൾഡ് ട്രംപ് ഇത് നടക്കുന്ന കേസല്ല എന്ന് പറഞ്ഞ് നയാര പോലുള്ള കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. പക്ഷേ അവിടെയും ഇന്ത്യക്ക് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു നോക്കി. അവൻ്റെ അടുത്ത് പറ, ഇല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉപരോധം ഏർപ്പെടുത്തുക. അപ്പോൾ യൂറോപ്യൻ രാജ്യം പറഞ്ഞു ഞങ്ങൾ ഉപരോധമൊന്നും ഏർപ്പെടുത്തില്ല, കാരണം ഞങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ ഒരു മാർക്കറ്റ് വേണം. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റ് ഇന്ത്യയുടെ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ പട്ടിണിയിലായി പോകും. അപ്പോൾ അതും ചീറ്റിപ്പോയി. അവസാനം ഡൊണാൾഡ് ട്രംപ് കണ്ടുപിടിച്ച മാർഗ്ഗമാണ് നമുക്ക് എണ്ണ തരുന്ന 2 കമ്പനികൾ, റോസ്നെഫ്റ്റും ലുക്കോയിലും, ആ 2 കമ്പനികളിൽ നിന്നും അവർക്ക് ഉപരോധം ഏർപ്പെടുത്താം. അങ്ങനെ അവർക്ക് ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും 70% എണ്ണയും അവരുടെ കയ്യിൽ നിന്നാണ് വരുന്നത്. അവരെന്ത് ചെയ്യും? എണ്ണ ഇങ്ങോട്ട് തരാറാകുമ്പോൾ ഇന്ത്യ അവിടെ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യക്ക് കുറയും. അങ്ങനെ ഇന്ത്യക്ക് എണ്ണ കുറയുമ്പോൾ ഇന്ത്യ സ്വാഭാവികമായിട്ടും ഏത് രാജ്യത്തെയാണ് അടുത്തതായിട്ട് ആശ്രയിക്കാൻ പോകുന്നത്? പോരട്ടെ, അതാണ് നൈജീരിയ. ആ നൈജീരിയയാണ് ഇന്ത്യ ആശ്രയിക്കാൻ പോകുന്നത്. കാരണം 2010 വരെ ഇന്ത്യ ഏറ്റവും ഗംഭീരമായിട്ട് എണ്ണ മേടിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് നൈജീരിയ. ഇവിടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യമായിട്ടുള്ള നൈജീരിയയാണ് ഇന്ത്യ ആശ്രയിക്കാനായിട്ട് പോകുന്നത്. പോരാത്തതിന് 2010 ഇന്ത്യ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അടുത്തതായിട്ട് റഷ്യൻ എണ്ണ വില കുറച്ച് ഡിസ്കൗണ്ടിൽ തന്നതുകൊണ്ട് മാത്രമാണ് നമുക്കെല്ലാവർക്കും കച്ചവടമാണല്ലോ വലുത്. അതുകൊണ്ട് റഷ്യ പറഞ്ഞു നൈജീരിയ നിങ്ങൾ ഇനി മേടിക്കണ്ട, അങ്ങോട്ട് വാ, അതിന് വില കുറച്ച് നമ്മൾ തരാം എന്ന് പറഞ്ഞപ്പം മോദിജി അങ്ങോട്ടേക്ക് ചെന്നു അവിടെ നിന്ന് എണ്ണ മേടിച്ചു തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും നൈജീരിയയുടെ എണ്ണ നമ്മൾ മേടിക്കുന്നത് കാലക്രമേണ കുറഞ്ഞു വന്നു. അങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ റഷ്യൻ വഴികൾ അടഞ്ഞു തുടങ്ങിയാൽ ഇന്ത്യക്ക് നൈജീരിയയെ വീണ്ടും തിരിച്ചുപോയി ആശ്രയിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സ്വാഭാവിക അടുപ്പം നൈജീരിയയുമായി ഇന്ത്യക്കുള്ളത് കൊണ്ടും നൈജീരിയയിൽ ഇന്ത്യ തിരിച്ചെത്തുന്നതിന് മുമ്പ് ട്രംപ് എന്ത് ചെയ്തു? ഈ നൈജീരിയയുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകൾ മുഴുവൻ അവിടെ പട്ടാളത്ത് ഇറക്കി നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാനുള്ള നീക്കം നടത്തുകയാണ്. ഇതാണ് ആ നീക്കം. വിചാരിച്ചോ? ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷയില്ല അല്ലേ? ഇതാണ് ആ നീക്കം എന്ന് പറയുന്നത്. അതായത് ട്രംപ് നൈജീരിയയിൽ സൈന്യത്തെ ഇറക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അയ്യോ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ രക്ഷിക്കാനായിരിക്കും എന്ന് നമ്മുടെ ഇവിടെയുള്ള പാവപ്പെട്ട സംഘികൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ഉദ്ദേശം വേറെയാണ്. ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈജീരിയയിലെ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകൾ സമ്പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കുക. സമ്പൂർണ്ണമായിട്ട് ഇത് പിടിച്ചെടുത്ത് അമേരിക്കൻ എണ്ണ കുത്തകകൾക്ക് ഈ എനർജി ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആക്സസ് വീണ്ടും കൊടുക്കുക. ഇതാണ് ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. യുക്രൈൻ്റെ സകല ഭൂമി അമേരിക്ക അടിച്ചു മാറ്റി, അതറിയാമല്ലോ. അതായത് യുക്രൈന് എപ്പോഴും ആയുധം കിട്ടുന്നുണ്ട്. കാരണം റഷ്യയിലേക്ക് യുക്രൈൻ അമേരിക്കയുടെ ആയുധങ്ങൾ അയക്കുന്നുണ്ട്, മിസൈൽ അയക്കുന്നുണ്ട്, അതയക്കുന്നുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് റഷ്യയുടെ ഗ്യാസ് പൈപ്പ് ലൈൻ അടിച്ചു തകർത്തു, മോസ്കോയിൽ ഡ്രോൺ ആക്രമണം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത്. പക്ഷേ യുക്രൈൻ എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട രാജ്യത്തിന് ഇത്രയും ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു? ഇവർക്ക് പൈസ എവിടെ നിന്നാണ്? ആക്ച്വലി അമേരിക്ക എന്ന് പറയുന്ന ആ രാജ്യം അവരുടെ ആയുധ മുതലാളികളുമായി ചേർന്നുകൊണ്ട് യുക്രൈൻ ആയുധം കൊടുക്കുന്നു.
പകരം യുക്രൈൻ എന്താണ് ചെയ്യുന്നത്? പൈസയായിട്ട് കൊടുക്കില്ല. നമ്മുടെ രാജ്യത്ത് ഒരു എണ്ണപ്പറമ്പുണ്ട്. ആ എണ്ണപ്പറമ്പ് ഒരു കാര്യം ചെയ്യും, 100 കൊല്ലം പാട്ടത്തിന് നീ എടുത്തോ എന്ന് യുക്രൈൻ അങ്ങ് എഴുതി കൊടുക്കും. അവിടെയുള്ള രാജ്യങ്ങൾക്ക് അതിൻ്റെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് യുദ്ധമൊക്കെ കഴിഞ്ഞ് മനസ്സിലാവും. കാരണം അമേരിക്ക അവിടെ കയറി ഇറങ്ങി നിരങ്ങാൻ പോവുകയാണ്. അത്രയ്ക്ക് വൃത്തികെട്ട കൂതറ രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഈ എണ്ണ കമ്പനികൾക്ക് നൈജീരിയയിൽ സമ്പൂർണ്ണമായിട്ട് ആക്സസ് നൽകി എനർജി ഇൻഫ്രാസ്ട്രക്ചറുകൾ ഈ പട്ടാളത്തെ കൊണ്ട് പിടിച്ചെടുപ്പിച്ച് അതിലൂടെ ഇന്ത്യ പോലുള്ള വലിയൊരു ശക്തിയെ റഷ്യയിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്ന് അമേരിക്കയുടെ തൊഴുത്തിൽ കെട്ടി നിയന്ത്രിക്കാനുള്ള പണിയാണ് അമേരിക്ക നടത്തുന്നതിൻ്റെ സുഹൃത്തുക്കളെ. അമേരിക്ക നടത്തുന്നത് നിലവിൽ 20+ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ മേടിക്കുന്നുണ്ട്. ആ 20+ രാജ്യങ്ങളിൽ, അതുകൊണ്ടാണ് ഈ പദ്ധതി നരേന്ദ്രമോദിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് നരേന്ദ്രമോദി എന്ത് ചെയ്തു? ഈ നൈജീരിയയ്ക്ക് അടുത്തുള്ള നമീബിയ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അങ്ങനെ പല ആഫ്രിക്കൻ രാജ്യങ്ങളും. ഇപ്പോൾ നമീബിയ എന്നൊക്കെ പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ സൗദി അറേബ്യ എന്നാണ് പറയുന്നത്. സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ എണ്ണപ്പാടമൊക്കെ അവിടെയാണുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ആ നമീബിയയിൽ ചെന്നുകൊണ്ട് ആ വലിയ ഓയിൽ പൂളൊക്കെ ഇങ്ങ് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നരേന്ദ്രമോദി. അപ്പോൾ പുള്ളിക്കാരിൽ നിന്ന് നേരത്തെ കണ്ടിട്ടുണ്ട്, യവൻ്റെ അപ്പനാണ് അങ്ങേരും. അതുകൊണ്ട് ഇത് നേരത്തെ കണ്ടിട്ട് പുള്ളിക്കാരിൽ എന്ത് ചെയ്തു? പല രാജ്യങ്ങളിലും പോയി ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാതെ ട്രംപിൻ്റെ ഉദ്ദേശം ക്രിസ്ത്യാനികളെ രക്ഷിച്ച് അങ്ങ് സ്വർഗത്തിൽ പോകാമെന്നുള്ളതല്ല ട്രംപിൻ്റെ ഉദ്ദേശം. ട്രംപിൻ്റെ ഉദ്ദേശം ഇതാണ്. ഇത് ഡിജിറ്റൽ യുഗമാണ്. ഇതൊക്കെ കവടി നിരത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. എന്തായാലും ട്രംപിനോട് പറയാനുള്ളത് ഐഡിയ ഈസ് ഗുഡ് ബട്ട് നോട്ട് വർക്കിംഗ്. നടക്കൂല. ശരി.